ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മളിന്ന് നെക്സ്റ്റ് ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചാപ്റ്റർ 4 ആയിരുന്നു. ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML ഈ ഒരു ചാപ്റ്റർ തുടങ്ങുകയാണ്. അപ്പോൾ HTML എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് HTML ടാഗുകൾ എന്തൊക്കെയാണ്, എങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാം, പിന്നെ ചില പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡീഷണൽ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ലിങ്കുകൾ, ലിസ്റ്റുകൾ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ആണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാൻ പോകുന്നു. അപ്പോൾ വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഇതിൽ ഫസ്റ്റത്തെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ലിസ്റ്റ് ഇൻ HTML ലിസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ലിസ്റ്റുകൾ നമുക്ക് 3 ടൈപ്പുകൾ ഉണ്ട്. 3 ടൈപ്പ് ലിസ്റ്റുകളുണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, പിന്നെ ഡെഫിനിഷൻ ലിസ്റ്റ്. ഇങ്ങനെ 3 ലിസ്റ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലിസ്റ്റുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ഇൻഫോർമേഷൻസിനെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റുകൾ യൂസ് ചെയ്യണത്, അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോട്ട് ചെയ്യും. അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ടിടും. അല്ലെങ്കിൽ റോമൻ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്തു വെക്കും. അല്ലെങ്കിൽ ബുള്ളറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്യും. അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള സിമ്പൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയാം. ഏതെങ്കിലും കുറച്ച് ഐറ്റംസിൻ്റെ മുന്നിൽ നമ്മൾ ബുള്ളറ്റ്സുകളോ അല്ലെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ABCDയോ അങ്ങനെ ഒരു ഓർഡർ പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമാറ്റീവായിട്ടോ ഒക്കെ നമ്മൾ എഴുതുന്നതിനെയാണ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആ ലിസ്റ്റുകളെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിനെ പറ്റിയിട്ട് പറയാം. അൺഓർഡേർഡ് ലിസ്റ്റ് പേര് പോലെ തന്നെ ഒരു ഓർഡർ ഇല്ലാതെ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബുള്ളറ്റുകൾ യൂസ് ചെയ്തിട്ട് ഒരു ഡോട്ട് പോലെ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ട്രയാങ്കിൾ ഷേപ്പ് പോലെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സർക്കിൾ വരച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്വയർ വരച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യില്ലേ? ഇതിനെന്താ, ഒരു ഓർഡർ ഇല്ല, ഇന്നത് കഴിഞ്ഞ് ഇന്നതെന്നൊന്നുമില്ല, അല്ലേ? 1, 2, 3 പോലെയല്ല നമ്മൾ നോട്ട് ചെയ്യണത്. അപ്പോൾ ഒരു ഓർഡർ ഇല്ലാതെ നമ്മൾ കുറച്ച് ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയാം. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഡെഫിനിഷൻ പറയുന്നുണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഓർ ബുള്ളറ്റഡ് ലിസ്റ്റ് ഡിസ്പ്ലേ എ ബുള്ളറ്റ് ഓർ അതർ ഗ്രാഫിക് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. ഇതാണ് ഡെഫിനിഷൻ. എന്താ പറയുന്നത്? അൺഓർഡേർഡ് ലിസ്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് ബുള്ളറ്റഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഐറ്റത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബുള്ളറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാഫിക്കോ എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയാം. ഇനി സെക്കൻഡ് പോയിന്റ് വരുന്നത്, അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അൺഓർഡേർഡ്, അല്ലേ? അവരുടെ ഈ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഫസ്റ്റ് ആ ഒരു ലെറ്റർ എടുത്താൽ മതി, UL. അൺഓർഡേർഡ് ലിസ്റ്റ് UL. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ടാഗ് വേണം? UL ടാഗ് വേണം. വി ക്യാൻ ക്രിയേറ്റ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് വിത്ത് ദ ടാഗ് പെയർ UL. UL ഓപ്പണിങ്ങും UL ക്ലോസിങ്ങും ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ട അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇനി തേർഡ് പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, UL യൂസ് ചെയ്തിട്ട് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ഐറ്റംസ് വരണമല്ലോ. ഐറ്റംസ് വരാനായിട്ട് നമുക്ക് എന്ത് വേണം? LI ടാഗ്, ലിസ്റ്റിൻ്റെ LI ടാഗ് യൂസ് ചെയ്താലാണ് ഓരോ ഐറ്റം നമ്മളുടെ ആ ഒരു ലിസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ് ഈസ് പ്രസൻറ്റഡ് ബൈ യൂസിങ് ദ ടാഗ് പെയർ LI. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അൺഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത്. 3 കാര്യങ്ങൾ പറയാം. അൺഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ലിസ്റ്റ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബുള്ളറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാഫിക്കോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പറയേണ്ടത്, UL ടാഗ് യൂസ് ചെയ്തിട്ടാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. തേർഡ് പറയേണ്ടത്, LI ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഐറ്റത്തിനെ നമ്മളവിടെ
ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫിഗർ 5.1 നോക്കുക. ഔട്ട്പുട്ടാണത്. ഇതിൽ ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ്. എന്നിട്ട് കുറച്ച് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട് അല്ലേ. വൈൽ ബൈയിങ് എ കമ്പ്യൂട്ടർ വി ഹാവ് ടു കൺസിഡർ മെനി ഐറ്റംസ്, ഹിയർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ടു കൺസിഡർ എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് താഴെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താണുള്ളത്? ബുള്ളറ്റ്സ് ആണുള്ളത് അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഡോട്ട് പോലെയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലിസ്റ്റ് ഏതാ? അൺഓർഡേർഡ് ലിസ്റ്റാണ്. കാരണം ഒരു ഓർഡർ ഇല്ല, ബുള്ളറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു വെബ് പേജ് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോഗ്രാം നോക്കുക. ബോഡിയുടെ ഉള്ളിൽ ബോഡിക്ക് ഒരു ബീജി കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് സെൻറ്റർ ടാഗ് യൂസ് ചെയ്തിട്ട് ആണ് ഹെഡിങ് എഴുതിയിട്ടുള്ളത്. സെൻറ്റർ ടാഗ് യൂസ് ചെയ്തു. H2ൽ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ H2 സൈസായിട്ടുള്ള ഹെഡിങ് സെൻറ്റർ പൊസിഷനിൽ അവിടെ വന്നു. ഇനി ആ ഒരു പാരഗ്രാഫ് വരണം. ആ പാരഗ്രാഫ് പി ടാഗിലൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നോർമലി ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതവിടെ വന്നു. വൈൽ ബൈയിങ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ റൈറ്റിങ്സ് അവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടാഗ് വേണം? UL ടാഗ് വേണം. അപ്പോൾ UL ടാഗ് ഓപ്പൺ ചെയ്തു. UL ടാഗ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ഐറ്റം എഴുതിയാലും ഫ്രണ്ടിൽ ബുള്ളറ്റോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു സിമ്പിളായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം റാം ഫസ്റ്റത്തെ ഐറ്റം അല്ലേ. അപ്പോൾ നമ്മൾ LI ടാഗിൻ്റെ ഉള്ളിൽ എഴുതി. നെക്സ്റ്റ് ഐറ്റം ഹാർഡ് ഡിസ്ക്, അതും LIയിൽ എഴുതി. മദർ ബോർഡ് LI ടാഗ് അതിൻ്റെ ഉള്ളിൽ എഴുതി. പ്രോസസ്സറും LI ടാഗിൻ്റെ ഉള്ളിൽ എഴുതി. ഇനി നമ്മൾ എന്തൊക്കെ ഐറ്റംസ് എഴുതുന്നോ LI ടാഗിൽ അതൊക്കെ വെബ് പേജിൽ ബുള്ളറ്റ്സ് ആയിട്ട് വരും. ഇനി എപ്പോഴാണോ നമുക്ക് ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യേണ്ടത് അപ്പോൾ UL ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളുടെ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യുക, അതുപോലെ തന്നെ HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് ബുള്ളറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാഫിക്കോ ഫ്രണ്ടിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ആയിട്ടായിരിക്കും വരിക. UL എഴുതിയിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ആയിട്ടായിരിക്കും ഓരോ ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് സ്ക്വയറിൽ കാണിക്കണം, സർക്കിളിൽ കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് UL നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് വെക്കുകയാണെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള സിമ്പിളായിരിക്കും വരിക. ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് വെക്കുകയാണെങ്കിൽ ഡിസ്ക്കാണ് ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിൽ ഡിസ്കിലായിരിക്കും കാണിക്കുക. പിന്നെ ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ വെച്ചാൽ സർക്കിളിൽ വരും. ഇവിടെ നെക്സ്റ്റ് ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. UL ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് വെച്ചു. എന്നിട്ട് ഓരോ LI ടാഗിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റംസ് എഴുതി UL ക്ലോസ് ചെയ്തു. ഇനി ഫിഗർ 5.2 നോക്കിയേ. അവിടെ റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ, അതിൻ്റെ ഫ്രണ്ടിൽ സ്ക്വയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പോൾ UL ടാഗ് എന്താണ്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്താ? അൺഓർഡേർഡിൻ്റെ നേരെ തിരിച്ച്. അൺഓർഡേർഡ് ഒരു ഓർഡർ ഇല്ലാത്ത പോലെ നമ്മൾ ലിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റ് എന്താണ്? ഒരു ഓർഡറിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. 1, 2, 3 എന്നോ അല്ലെങ്കിൽ ABCD എന്നോ അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സോ ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. ഓർഡേർഡ് ലിസ്റ്റ് പ്രസൻറ്റ്സ് the items in some numerical or alphabetical order. ന്യൂമറിക്കൽ ഓർഡറിലോ ആൽഫബറ്റിക്കൽ ഓർഡറിലോ നമ്മുടെ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ടാഗ് വേണം? ഓർഡേർഡ് ലിസ്റ്റ് ഫസ്റ്റ് ലെറ്റർ എടുക്കുക, OL. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ OL ടാഗ് വേണം. അപ്പോൾ നെക്സ്റ്റ് പറയേണ്ടത് എന്താണ്? HTML provides the tag pair OL ആൻഡ് ക്ലോസിങ് OL ടു ക്രിയേറ്റ് ദ ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് OL ടാഗ്. ഇനി നെക്സ്റ്റ് UL ടാഗിൽ പറഞ്ഞ പോലെ തന്നെ ദ ഐറ്റംസ് ഇൻ ദ ഓർഡേർഡ് ലിസ്റ്റ് ആർ പ്രസൻറ്റഡ് ബൈ LI ടാഗ് ഇൻ OL എലമെൻറ്റ്. അതായത് ഓരോ ഓർഡേർഡ് ലിസ്റ്റിലും ഐറ്റംസ് വരാനായിട്ട് നമുക്ക് LI ടാഗ് യൂസ് ചെയ്യണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർഡറിൽ ഒരു ന്യൂമറിക്കലായിട്ടോ ആൽഫബറ്റിക്കലായിട്ടോ ഒരു ഓർഡറിൽ നമ്മുടെ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യണത്. OL ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലുള്ള ഐറ്റംസ് വരാനായിട്ട് LI ടാഗാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു
പ്രോഗ്രാം തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് മുമ്പായിട്ട് ഫിഗർ 5.3 നോക്കുക. ഇവിടെ ഓർഡേർഡ് ലിസ്റ്റ് ഒരു ഹെഡിങ് ഉണ്ട്, കുറച്ച് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ രജിസ്റ്റേഴ്സ്, ക്യാച്ച്, റാം, ഹാർഡ് ഡിസ്ക് അത് 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിൽ ലിസ്റ്റ് ചെയ്യാനാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഇനി പ്രോഗ്രാം നോക്കാം. അപ്പോൾ ബോഡി BG കളർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റ് H2 അലൈനിക്കുള്ള സെൻറ്റർ എന്ന് കൊടുത്തിട്ടാണ് നമ്മുടെ ഹെഡിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പാരഗ്രാഫ് അവിടെ എഴുതി. എന്നിട്ട് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഓയിൽ ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഓരോ LI ടാഗിൻ്റെ ഉള്ളിലും നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് എഴുതുക. ലാസ്റ്റ് ഓയിൽ ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഓയിലിൽ നമ്മൾ ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊന്നും വെക്കാത്തതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് വയ്ക്കാം ഇവിടെ തന്നിട്ടുണ്ട്. ടൈപ്പ് 1 വയ്ക്കുകയാണെങ്കിൽ 1 2 3 വരും. ഇൻ കേസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ 1 2 3 ആണ് വരിക. ഇനി ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ A കൊടുത്താൽ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C അങ്ങനെയായിരിക്കും വരിക. ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ A കൊടുത്താൽ സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ C അങ്ങനെയായിരിക്കും വരിക. ഇനി ടൈപ്പ് ഈക്വൽ ടു ലാർജ് റോമൻ ന്യൂമറൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിക്കായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ റോമൻ ന്യൂമറൽസ് ആയിട്ടുള്ള I പോലെയുള്ള ആ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള രീതിക്കായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ തന്നിട്ടുണ്ട്. ഫിഗർ 5.4. അപ്പോൾ ഈ 5.4 പറയുന്നതിന് മുന്നായിട്ട് ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ടൈപ്പ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ABCD അല്ലെങ്കിൽ 1 2 3 എന്ന് വന്ന് വരും. ഇനി നമുക്ക് 5 6 7 8 എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം. 1 2 3 എന്നല്ലാതെ 5 6 7 എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ടൈപ്പ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ മുതൽ തുടങ്ങണോ അതും കൂടി കൊടുക്കുക. അതാണ് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഓയിൽ ടാഗിന് 2 ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പും സ്റ്റാർട്ടും. അത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഫിഗർ 5.4 നോക്കുക. 5.4ൽ ഓർഡേർഡ് ലിസ്റ്റ് വിത്ത് ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ 5 രജിസ്റ്റേഴ്സ്, 6 ക്യാച്ച്, 7 റാം, 8 ഹാർഡ് ഡിസ്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. റോമൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള നമ്പേഴ്സിൽ 5 മുതലാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് എങ്ങനെ എഴുതണം? ഇവിടെ കോഡ് നോക്കുക. ബോഡിയിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. H4ൽ ആ ഒരു ഹെഡിങ് അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ടൈപ്പ് എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ റോമൻ ആണല്ലേ. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ ആ ഒരു I എന്നുള്ള രൂപത്തിലുള്ളത് കൊടുക്കുക. എന്നിട്ട് 5 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യണേ, അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുക. അപ്പോൾ റോമൻ ആ ഒരു ലെറ്റർ 5th ആയിട്ടുള്ള അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ LI ടാഗിൽ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞ് ഓയിൽ ക്ലോസ് ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് ഈ രീതിക്ക് വരിക. ഇപ്പോൾ 5 6 7 8 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നതെങ്കിലോ ടൈപ്പ് ഈക്വൽ ടു 1, സ്റ്റാർട്ട് ഈക്വൽ ടു 5 അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഓയിൽ ടാഗ്, ഓർഡേർഡ് ലിസ്റ്റ്. ഇനി നെക്സ്റ്റ് ടാഗാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നെക്സ്റ്റ് ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മളൊരു നോട്ട് എഴുതാണ്. നോട്ട് എഴുതുമ്പോൾ റാം എന്ന് പറഞ്ഞിട്ട് റാമിൻ്റെ ഡെഫിനിഷൻ എഴുതി, റോം എന്ന് എഴുതിയിട്ട് റോമിൻ്റെ ഡെഫിനേഷൻ എഴുതി, പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ട് പ്രൈമറി മെമ്മറിയുടെ ഡെഫിനേഷൻ എഴുതി. അപ്പോൾ ഇങ്ങനെ ഒരു ടേമും അതിൻ്റെ ഡെഫിനിഷനും അടുത്ത ടേമും അതിൻ്റെ ഡെഫിനിഷനും ഒക്കെ ആയിട്ട് എഴുതില്ലേ, അങ്ങനെ എഴുതുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. എ ഡെഫിനിഷൻ ലിസ്റ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ലിസ്റ്റ് ഓഫ് ടേംസും അതിൻ്റെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസും ചേർന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് DL ടാഗ് വേണം. ഡെഫിനിഷൻ ലിസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കുക. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ DL ടാഗ് വേണം. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഡെഫിനിഷൻ ലിസ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ടേമും അതിൻ്റെ ഡെഫിനിഷനും, നെക്സ്റ്റ് അടുത്ത ടേമും അതിൻ്റെ ഡെഫിനിഷനും. അപ്പോൾ ഇങ്ങനെയല്ല എഴുതണേ. അപ്പോൾ ഓരോ ടേമിനും അതിൻ്റെ ടാഗ് ഉണ്ടാവും, ഓരോ ഡെഫിനിഷനും അതിൻ്റെ ടാഗ് ഉണ്ടാവും. അപ്പോൾ DL യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ടേമും അതിൻ്റെ ഡെഫിനിഷനും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടാഗുകളുണ്ട്. അപ്പോൾ ടേം ക്രിയേറ്റ് ചെയ്യാൻ DT ടാഗും ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാൻ DD ടാഗുമാണ് യൂസ് ചെയ്യുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ടേംസും അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസും ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റിനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. DL ടാഗ്, രണ്ടാമത്തെ കാര്യം DL ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഡെഫിനിഷൻ ലിസ്റ്റിലുള്ള ടേംസും അതുപോലെ തന്നെ ഡെഫിനിഷൻസും ക്രിയേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ടാഗുകളുണ്ട്. ടേംസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് DT ടാഗ്. അതുപോലെ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് DD ടാഗ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഔട്ട്പുട്ട് നോക്കാം. ഫിഗർ 5.5 അതിൽ ഡെഫിനിഷൻ ലിസ്റ്റ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യം ഒരു പാരഗ്രാഫ് പോലെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സ്പാം എന്ന് എഴുതിയിട്ട് സ്പാമിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, ഫിഷിംഗ് എന്ന് എഴുതിയിട്ട് ഫിഷിങ്ങിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം നോക്കാം. അതിൽ ബോഡി ഇത് മുതൽ നോക്കാം. ബോഡിയിൽ ബീജ് കളർ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും കൊടുത്തിട്ടുണ്ട്. അതാണ് വെബ് പേജിലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറച്ച് മാർജിൻസ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റണത്. ഇനി അതിൽ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്തു. H2ൽ അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ആ ഒരു പാരഗ്രാഫ് നമ്മളവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ലിസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലേ, അപ്പോൾ DL ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഫസ്റ്റത്തെ ആൾ ടേം ആണ് അല്ലേ, അപ്പോൾ ടേമിന് വേണ്ടിയിട്ട് DTയിൽ സ്പാം എന്ന് എഴുതി DT ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് സ്പാമിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ DD ടാഗ് ഓപ്പൺ ചെയ്ത് ഡെഫിനിഷൻ എഴുതി DD ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടേം ആണ്. അപ്പോൾ DT ഓപ്പൺ ചെയ്ത് ഫിഷിംഗ് എഴുതി DT ക്ലോസ് ചെയ്തു. ഇനി ഫിഷിങ്ങിൻ്റെ ഡെഫിനിഷൻ വരാൻ DD ഓപ്പൺ ചെയ്തിട്ട് ഫിഷിങ്ങിൻ്റെ ഡെഫിനിഷൻ എഴുതി DD ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിസ്റ്റ് കഴിഞ്ഞു. ലാസ്റ്റ് DL ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ കറസ്പോണ്ടിങ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഫിഗർ 5.5 കാണുന്ന രീതിക്കായിരിക്കും വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിസ്റ്റുകൾ. 3 ടൈപ്പ് ലിസ്റ്റേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലിസ്റ്റ്. അൺഓർഡേർഡും ഓർഡേർഡും ഡെഫിനിഷനും പ്രോഗ്രാംസ് തരാറുണ്ട്. ഒരു ഔട്ട്പുട്ട് തന്നിട്ട് അതിൻ്റെ പ്രോഗ്രാം എഴുതാൻ എന്തായാലും വരാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്.